ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒതന്റിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എ സെറ്റ് ഓഫ് റൂൾസ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, അഥവാ ഒരു നിയമങ്ങളുടെ കൂട്ടായ്മ. അത് നമ്മളിപ്പോ റിയൽ ലൈഫിൽ, ഇപ്പൊ ഡിജിറ്റൽ കേസിൽ ഉദാഹരണമല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ റിയൽ ലൈഫിൽ ഇപ്പൊ ഒരു പ്രോട്ടോകോളിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രാത്രി സമയങ്ങളിൽ ഒരു ലേഡീനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് സെല്ലിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരു എന്ത് ചെയ്യണം, ഒരു ലേഡി പോലീസ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ആ സ്റ്റേഷനിൽ നിൽക്കുന്ന മൊത്തം പോലീസുകാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അതൊരു പ്രോട്ടോകോൾ ആണ്, ഒരു നിയമമാണ്, ഇങ്ങനെ ഒരു ലേഡീനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പാലിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ സ്കൂളുകളിലൊക്കെ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് എന്ത് ചെയ്യണം, അതിന് വേണ്ട ഒരു ചുവന്ന പൈപ്പ് ഇങ്ങനെ പോകണുണ്ടാകും ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വെക്കണം എന്നുള്ള എന്താണ്, ഒരു പ്രോട്ടോകോൾ ആണ്, ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പ്രോട്ടോകോളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒതന്റിക്കേഷന്റെ പിന്നിൽ, ഇപ്പൊ നമ്മൾ ഒതന്റിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, ഈ ഒതന്റിക്കേഷന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോട്ടോകോളുകൾ ഉണ്ട്. ആ പ്രോട്ടോകോൾസിന്റെ ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സെക്യൂർ റൂൾസ് അഥവാ സെക്യൂർ റൂൾസ്, സുരക്ഷിതമായ കുറച്ച് റൂൾ സിസ്റ്റംസ് ആണ് യൂസ് ടു വെരിഫൈ ഐഡന്റിറ്റി, അഥവാ ഒരാളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാനുള്ള, അഥവാ ഇത് യൂസ് ചെയ്യുന്ന യൂസറുടെ ഐഡന്റിറ്റി, ഇയാൾ തന്നെയാണോ ഇത് യൂസ് ചെയ്യുന്നതിനുള്ള ഐഡന്റിറ്റി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് സെക്യൂർ റൂൾസ്, കുറച്ച് സെക്യൂരിറ്റി റൂളുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ആദ്യം അറിയാം എന്താണ്, ഒരു റൂളാണെന്ന് നമുക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആവുന്നതുകൊണ്ട് തന്നെ അതൊരു സെക്യൂരിറ്റി റൂൾ ആണ് നമുക്ക് മനസ്സിലായി. ഈ സെക്യൂരിറ്റി റൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു വെരിഫൈ ഐഡന്റിറ്റി, ഒരു ഐഡന്റിറ്റി അഥവാ ഈ നമ്മുടെ ഈ കേസിൽ വരുമ്പോൾ ഒരു യൂസർ, ആ യൂസറിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെക്യൂർ റൂളുകൾ ഉണ്ട്. ഈ സെക്യൂർ റൂളുകളെ നമ്മൾ പറയുന്ന പേരുകളാണ് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ എന്നുള്ളത്. അപ്പൊ ഈ ഒതന്റിക്കേഷൻ പ്രോട്ടോകോളുകൾ എന്തിനെയാണ് അവർ സെക്യൂർ ചെയ്യുന്നത്, അവരെന്ത് ചെയ്യും, നമ്മുടെ പാസ്വേഡുകൾ, നമ്മുടെ ഓരോ അക്കൗണ്ടുകളിലുള്ള പാസ്വേഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിലേക്ക് വരുന്ന OTP-കൾ, അതുപോലെ തന്നെ ലോഗിൻ ടിക്കറ്റുകൾ. ടിക്കറ്റിന് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെഷനെയാണ് നമ്മൾ ടിക്കറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ യൂണിവേഴ്സിറ്റി പോർട്ടൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് രാവിലെ എന്നുള്ളൊരു സെഷനാണ്. അപ്പൊ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആ സെഷൻ അവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉച്ചക്ക് വീണ്ടും എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി പോർട്ടൽ ലോഗിൻ ചെയ്തു, അത് നിങ്ങളുടെ ടിക്കറ്റ് 2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പിന്നെ ലോഗ് ഔട്ട് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓരോ വട്ടം ഓരോ സിസ്റ്റം ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ഓരോ ടിക്കറ്റുകൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ടിക്കറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ സമയത്ത് ഓരോ പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങണ സമയത്തൊക്കെ ഓരോ ടിക്കറ്റുകൾ ജനറേറ്റ് ആവുന്നുണ്ട്. എന്തിനാണ് ഈ ടിക്കറ്റ് ജനറേറ്റ് ആവുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകളോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് അറ്റംപ്റ്റുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇത് ഏത് ടിക്കറ്റിലാണ് നടന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ നമ്മളിപ്പോ CCTV ക്യാമറ നോക്കിയിട്ട് 11 മണിക്കാണ് ഈ ഇൻസിഡന്റ് നടന്നത് മനസ്സിലാക്കി എടുക്കൂലേ, അതുപോലെ ഇത്തരത്തിലുള്ള ടിക്കറ്റുകൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഹാക്കിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഏത് സമയത്താണ്, ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്, ഏതൊരു സമയത്തിനുള്ളിൽ, ഏത് ഡിവൈസിനുള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ് നടന്നതൊക്കെ നമുക്ക് പറ്റും ഈ ടിക്കറ്റ് വെച്ച്. കാരണം ഓരോ സിസ്റ്റത്തിലും മാറുന്ന ടിക്കറ്റുകൾ ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ടിക്കറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ബസ്സിൽ പോണ സമയത്തുള്ള ഉദാഹരണങ്ങൾ സിമ്പിൾ ആക്കി മനസ്സിലാക്കിയാൽ, ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറുന്ന കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മള് ഇവിടെ ബീച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടും ബസ്സിൽ. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ വീണ്ടും ടിക്കറ്റുകൾ കിട്ടും. ഇതേപോലെ അങ്ങനെ കുറെ ഒരു ദിവസം തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പല പല ടിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ഇതേ പരിപാടി തന്നെ നമ്മൾ പല വട്ടം ഇങ്ങനെ കയറി ഇറങ്ങണ സമയത്ത് ആപ്പിൽ നിന്ന് ഇങ്ങനെ മറ്റേ ആപ്പിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ഓരോ ടിക്കറ്റ്, ഓരോ ആപ്പിന്റെ ഉള്ളിലും ഓരോ ടിക്കറ്റുകൾ ഇങ്ങനെ ജനറേറ്റ് ആവുന്നതാണ്. ഈ ടിക്കറ്റുകൾ ജനറേറ്റ് ആവേണ്ട ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് അറ്റംപ്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ ഇതിൽ ഒപ്പിക്കണ സമയത്തൊക്കെ അത് ട്രാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഏത് സമയത്ത് ഏത് ഡിവൈസിൽ വെച്ച് എപ്പോൾ സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത്തരം ടിക്കറ്റുകൾ എന്താണ്, യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കാറുള്ളത് അല്ലെ, കാരണം നമ്മളെ പാസ്വേഡ് OTP നമ്മൾ എവിടെയാണ് ഉപയോഗിക്കാറുള്ളത്, യൂസ്ഡ് ഇൻ ബാങ്കിങ്സ്, കമ്പനികളിൽ, അതുപോലെ തന്നെ ക്ലൗഡ് ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പാസ്വേഡുകൾ, നമ്മുടെ OTP-കൾ, നമ്മുടെ ലോഗിൻ ടിക്കറ്റുകൾ, ഇതൊക്കെ സെക്യൂർ ചെയ്ത് വെക്കാനുള്ള കുറച്ച് സെക്യൂരിറ്റി റൂൾസ്, ഇതിനാണ് നമ്മൾ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ പ്രോട്ടോകോൾ ആണ് ചലഞ്ച് റെസ്പോൺസ്. ചലഞ്ച് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ
ഇതൊക്കെ സിമ്പിൾ ഉദാഹരണങ്ങളൂടെ പറഞ്ഞു പോകട്ടെ ഞാൻ. അപ്പോൾ ചലഞ്ച് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഉപയോഗിച്ചിട്ട് യൂണിവേഴ്സിറ്റി പോർട്ടലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പോർട്ടലോ ഒക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ, എന്തെങ്കിലുമൊക്കെ ഒരു അക്കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിജിറ്റ് നമ്മുടെ ഡിവൈസിലേക്ക് എന്ത് ചെയ്യും, അയക്കും. അപ്പൊ നമ്മുടെ ഡിവൈസിൽ നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഇന്ന ഡിവൈസ് വെച്ചിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ കമ്പനി എന്ത് ചെയ്യും, നമ്മുടെ ഡിവൈസ് എന്ത് ചെയ്യും, ഈ വാല്യൂ ചെക്ക് ചെയ്യും. എന്നിട്ട് ഈ വാല്യൂ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓക്കെ ഇത് നമ്മുടെ കമ്പനി പ്രൊഫൈലിലാണ് നമ്മൾ കയറാൻ നോക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ലോഗിൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ചിട്ടില്ല, ഇവിടെ നമ്മൾ യൂസർ നെയിം അടിച്ചിട്ടില്ല, പാസ്വേഡ് അടിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് കമ്പനി പോർട്ടലിൽ കയറിയ സമയത്ത് കമ്പനി പോർട്ടൽ എന്ത് ചെയ്യും, നമ്മുടെ ഡിവൈസിലേക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ അയക്കും. ആ വാല്യൂ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് ഇന്ന കമ്പനീന്റെ സാധനം നമ്മൾ വെരിഫൈ ചെയ്യണത്. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് നേരെ എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ തരും, നമ്മൾ അതിലേക്ക് കയറും എന്നുള്ളതാണ്. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനേ. ഇതിപ്പോ നിങ്ങൾ ഈ കമ്പനി ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാവുക. സിമ്പിൾ ആയി മനസ്സിലാക്കാൻ നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ യൂസ് ചെയ്യണ സമയത്ത് ഗൂഗിളിന്റെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ടോ, ഒരു വര ഇങ്ങനെ നീങ്ങുന്നുണ്ടോ, നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്, മൊബൈലിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അഥവാ നമ്മൾ പാസ്വേഡ് അടിക്കാതെ തന്നെ നമുക്ക് ജിമെയിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. കാരണം അത് ഗൂഗിളിന് അറിയാം നമ്മൾ കാലങ്ങളായിട്ട് നമ്മളെ ഈ ഒരു മൊബൈലിൽ ജിമെയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും പാസ്വേഡ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യും, അവർ ആ വാല്യൂ വെച്ച് ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, പാസ്വേഡ് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്നാൽ മോർ കോംപ്ലക്സ് സെറ്റപ്പ് ആണ്. കാരണം ഇത് സെറ്റപ്പ് ചെയ്യാൻ അത്യാവശ്യം കോംപ്ലക്സ് ആണ്. അപ്പൊ അതിനുള്ള കോസ്റ്റ് ബാക്കിൽ വരുന്ന. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പാസ്വേഡ് ഇല്ലാണ്ട് ഇത് ഈ യൂസ് ചെയ്യുന്ന യൂസർ അല്ലെങ്കിൽ അവന്റെ ഡിവൈസ് ഇത് അവന്റെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്ന സെറ്റപ്പ്, അതാണ് എന്ത് ചലഞ്ച് റെസ്പോൺസ് എന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച സംഭവം തന്നെയാണ്, 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ആണ്. ഇവിടെ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡോ അല്ലെങ്കിൽ OTP അല്ലെങ്കിൽ പാസ്വേഡ് വിത്ത് ഫിംഗർ പ്രിന്റോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ തന്നെയാണെന്ന് എന്ത് ചെയ്യും, ഉറപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പൊ 2 ഇൻഡിപെൻഡന്റ് പ്രൂഫ്, 2 പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉറപ്പ് വരുത്തുന്നത്. ചില സമയത്ത് പാസ്വേഡ് OTP ആവാം, ചില സമയത്ത് പാസ്വേഡും ഫിംഗർ പ്രിന്റും ആവാം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കുക എന്താണ്, എന്തൊക്കെ 2 ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യേണ്ടത്. ഇതിന് അഡ്വാൻറ്റേജ് ഒന്ന് സ്ട്രോങ് സെക്യൂരിറ്റി ആണ്. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, നീഡ്സ് എക്സ്ട്രാ ഡിവൈസ്. നമുക്ക് എപ്പോഴും അതൊരു എക്സ്ട്രാ ഡിവൈസ് ആവശ്യമുണ്ടാവും അല്ലെ. അപ്പൊ അതേ ലാപ്ടോപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്കാണ് എന്ത് ചെയ്യുക, OTP വരിക. അപ്പൊ ലാപ്ടോപ്പ് മൊബൈൽ 2 ഡിവൈസുകൾ നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പൊ ഒരു എക്സ്ട്രാ ഡിവൈസ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ സെക്യൂരിറ്റി വൈസ് നോക്കുമ്പോൾ അതൊരിക്കലും ഡിസഡ്വാൻറ്റേജ് ആയി മാറില്ല, കാരണം നമ്മുടെ ഡാറ്റ ആണല്ലോ. ഇനി ടൈപ്സ് ഓഫ് 2FA അഥവാ ഈ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷന്റെ ടൈപ്പുകളാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ടോട്ട് പി പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ചേഞ്ചസ് എവരി 30 സെക്കൻഡ്, എല്ലാ 30 സെക്കൻഡിലും മാറുന്നതാണ് എന്ത്, TOTP. പിന്നെ HOTP ആണല്ലേ, കോഡ് ചേഞ്ചസ് യൂസിങ് കൗണ്ടർ മാറുന്നതിനനുസരിച്ച് എന്താണ് OTP മാറുന്നതാണ് എന്ത്, HOTP. ഈ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിജിറ്റൽ വേൾഡിലെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സംഭവമാണ്. അഥവാ ഇൻസ്റ്റഗ്രാം ഒരു കൗണ്ടറാണ്, ഫേസ്ബുക്ക് ഒരു കൗണ്ടറാണ്, ജിമെയിൽ ഒരു കൗണ്ടറാണ്. അപ്പൊ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ കൗണ്ടറിൽ കയറുന്ന സമയത്ത് നമുക്ക് ഓരോ ടിക്കറ്റ് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, നമ്മളിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ജസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ കയറുമ്പോൾ അത് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ കൗണ്ടറിൽ കയറുന്ന സമയത്ത് അപ്പൊ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് ബാക്കോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ കയറുന്നത്, ഫേസ്ബുക്കിൽ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് എന്ന കൗണ്ടറിൽ കയറണമെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഓരോ കൗണ്ടറും മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, OTP മാറും. അങ്ങനത്തെ സംവിധാനമാണ് എന്ത്, HOTP എന്നുള്ളത്. പിന്നെ ഫിഡോ എന്ന് പറഞ്ഞാൽ ബയോമെട്രിക്സ് ഉപയോഗിച്ചുള്ള പരിപാടിയാണ്. ബയോമെട്രിക്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുന്ന പരിപാടിയാണ് ഫിഡോ. ഇങ്ങനത്തെ ഒരു 3 ടൈപ്പ് ഓഫ് 2FA 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ടൈപ്പുകൾ ഉണ്ട്. ഒന്ന് എല്ലാ 30 സെക്കൻഡിലും മാറുന്നത്, പിന്നെ പിന്നെ എന്ത്, ഓരോ കൗണ്ടറും മാറുന്നതിനനുസരിച്ച് മാറുന്നത്, പിന്നെ ഒന്നെന്ത് ബയോമെട്രിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, TOTP, HOTP, ഫിഡോ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് കെർബറോസ്. ഇതും മറ്റൊരു പ്രോട്ടോകോൾ ആണ്. അപ്പൊ നമ്മൾ ഓരോ പ്രോട്ടോകോളുകളെ പരിചയപ്പെടുത്തല്ലോ. ഒന്ന് ചലഞ്ച് റെസ്പോൺസ് ആണ്, അതൊരു വാല്യൂ നമ്മുടെ ഡിവൈസിലേക്ക് അയക്കലാണ്. നമ്മുടെ ഡിവൈസ് എന്ത് ചെയ്യും, ആ വാല്യൂ വെരിഫൈ ചെയ്യും. വാല്യൂ വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് ഇല്ലാണ്ട് നേരെ ലോഗിൻ ആവുന്നതാണ്. ഓക്കെ, ഇനി കെർബറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഗിൻ വൺസ് ആക്സസ് മെനി സർവീസസ് എന്നുള്ളതാണ്. അഥവാ ഒറ്റവട്ടം ലോഗിൻ ചെയ്യാം.
ഒറ്റ വട്ടം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സർവീസുകൾ അത് ആ ലോഗിൻ വെച്ചിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. സിമ്പിൾ അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കമ്പനികളിലൊക്കെ യൂസ് ചെയ്യണം, വലിയ വലിയ MNCകളൊക്കെ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ പ്രിന്റർ ഉപയോഗിക്കാൻ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനികളിൽ തന്നെ വേറെയും കുറെ സാധനങ്ങളുണ്ടല്ലോ, പ്രിന്റർ ഉണ്ടാവും, അതുപോലെ തന്നെ അവിടുത്തെ വേറെ ഡിവൈസുകൾ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ലോഗിൻ കൊണ്ട് തന്നെ കമ്പനിയിലെ എല്ലാ സർവീസുകളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ആക്സസ് ചെയ്യാൻ കഴിയണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ലോഗിനിങ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെർബറോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഒറ്റ ലോഗിൻ, ആ ലോഗിൻ കൊണ്ട് തന്നെ ഒരുപാട് സർവീസുകൾ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്, അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ സെൻട്രൽ സെർവർ ഫെയിൽസ്, ലോഗിൻ ഫെയിൽസ്, അപ്പോ ഇത് മൊത്തം ഒരു സെൻട്രലായിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം ഒറ്റ ലോഗിൻ കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ സർവീസുകൾ ഇവിടെ കിട്ടുകയാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു സെൻട്രൽ സർവീസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ, സെർവർ ബേസ് ചെയ്താണ് ഈ ചാനലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സെൻട്രൽ സെർവർ, ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള സെൻട്രൽ ആയിട്ടുള്ള സെർവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ, കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനും കഴിയില്ല. ഓക്കെ, അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ സിംഗിൾ സൈൻ ഓൺ, SSO നമ്മൾ പഠിച്ചാണ് അല്ലെ, ഈ SSO ഒക്കെ ഈ ഒരു വകുപ്പിലാണ്, കെർബറോസിന്റെ വകുപ്പിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, SSO നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പിന്നെ പാസ്വേഡ് നോട്ട് സെൻഡ് ഓവർ നെറ്റ്വർക്ക്, പാസ്വേഡ് ഇങ്ങനെ ഓരോ നെറ്റ്വർക്കിലും ഇങ്ങനെ സെൻഡ് ആയിക്കൊണ്ടിരിക്കില്ല. കാരണം നമ്മൾ ഒറ്റ ലോഗിൻ ചെയ്യുള്ളൂ, ആ സമയത്ത് നമ്മൾ പാസ്വേഡ് അടിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ പ്രിന്റർ അടിക്കാനോ ഒക്കെ എന്തെങ്കിലും പാസ്വേഡ് അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒറ്റ ലോഗിൻ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സർവീസുകളിലേക്കും എന്ത് ചെയ്തു എന്നുള്ളതാണ്, ആക്സസ് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ LDAP, അടുത്തൊരു പ്രോട്ടോകോൾ ആണ് LDAP. LDAP എന്ന് പറഞ്ഞാല് സെൻട്രൽ യൂസർ ഡയറക്ടറി ആണ്. ഡയറക്ടറി എന്താ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ യൂസർ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിന്റെ ഉള്ളിലുള്ള മൊത്തം വർക്കേഴ്സിന്റെ യൂസർ നെയിം, പാസ്വേഡുകൾ, അതുപോലെ തന്നെ അവർ ഏതെല്ലാം ഗ്രൂപ്പിൽ പെട്ടവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും, പിന്നെ ഡെവലപ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അവർ ഏതെല്ലാം ഗ്രൂപ്പിൽ പെട്ടവരാണ്, ഇങ്ങനെയുള്ള മൊത്തം ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഡയറക്ടറിക്കാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, LDAP പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെൻട്രൽ യൂസർ ഡയറക്ടറി ആണ്. അഥവാ സെൻട്രൽ യൂസർ ഡയറക്ടറി എന്നാൽ മൊത്തത്തിൽ സെൻട്രലൈസ്ഡ് ആയിരിക്കും ഈ ഡയറക്ടറി ഉണ്ടാവുക. മൊത്തം ഒരു കമ്പനി എടുത്തു നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ മൊത്തം എംപ്ലോയീസിന്റെ പാസ്വേഡുകൾ, യൂസർ നെയിമുകളൊക്കെ അടങ്ങിയ ഡയറക്ടറിക്കാണ് നമ്മൾ LDAP എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, സെൻട്രൽ മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനിക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാം, ആ കമ്പനീന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിന്റെ പാസ്വേഡുകളും യൂസർ നെയിമുകളൊക്കെ കാണാനും എല്ലാം പറ്റും. കാരണം ഇൻ കേസ് എന്തെങ്കിലും കേസിൽ ഈ എംപ്ലോയി എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് അവൻ എന്ത് മാൽ പ്രാക്ടീസ് നടത്തുന്നതിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ യൂസർ നെയിമും പാസ്വേഡും ആ കമ്പനിക്ക് അറിഞ്ഞിരിക്കണമല്ലോ. അതിനാണ് നമ്മളിതൊക്കെ അറിയണത്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റുകൾ അവൻ അവന്റെ ഡിവൈസിൽ, അവന്റെ കമ്പ്യൂട്ടറിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നോക്കേണ്ടി വരും. അപ്പൊ അവൻ നോക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ കമ്പ്യൂട്ടറിന്റെ ഡിവൈസ് ഐഡിയും പാസ്വേഡ് ഒക്കെ നമുക്ക് അറിയേണ്ടി വരും. സ്വാഭാവികമായിട്ടും അത് കമ്പനിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അതിനാണ് ഒരു കമ്പനി ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകളോ അല്ലെങ്കിൽ ഇപ്പൊ അയാൾ ലീവായി വേറെ ഒരു സെക്കൻഡറി പേഴ്സണെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒരാൾ, ഒരു ജീവനക്കാരൻ 3 മാസത്തേക്ക് ലീവിന് പോയി, പക്ഷെ അയാളുടെ വാക്കൻസിയിലേക്ക് നമ്മൾ വേറെ ആൾ എടുത്തിരുന്നു. അപ്പൊ അയാൾക്ക് ഇയാളുടെ അതേ പോർട്ടൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇയാളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. മറ്റേത് അയാളെ വിളിച്ചു ചോദിച്ചു നോക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡയറക്ടറി എന്ത് ചെയ്യാറുള്ളത്, സാധാരണ നോർമൽ കമ്പനികളിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, നീഡ് സെക്യൂർ കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. അഥവാ വളരെ സെക്യൂർ ആയിട്ടുള്ള കോൺഫിഗറേഷൻ നമുക്ക് ഇവിടെ ആവശ്യമാണ്. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സെറ്റപ്പിനെ നമ്മൾ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ നെറ്റ്വർക്ക് സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ മൊത്തം, അഥവാ ഈ നെറ്റ്വർക്ക് സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്കിലേക്ക് ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ മൊത്തം കമ്പനിയിലുള്ള ആളുകളുടെ യൂസർ നെയിമും പാസ്വേഡും എന്ത് ചെയ്യും, ഹാക്ക് ആവും, സ്റ്റോൾ ആവും. അപ്പോ നെറ്റ്വർക്ക്, അപ്പൊ കമ്പനി നെറ്റ്വർക്ക് വളരെ സെക്യൂർ ആയിട്ട്, ആ കമ്പനിയുടെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ വളരെ സെക്യൂർ ആയി കൊണ്ടു നടക്കുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ആ കമ്പനി കീപ്പ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഒറ്റ ഹാക്കിംഗ് അറ്റംപ്റ്റ് ഇതിന്റെ സെൻട്രൽ നെറ്റ്വർക്കിലേക്ക് നടന്നു കഴിഞ്ഞാൽ ആ സെൻട്രൽ നെറ്റ്വർക്കിൽ നിന്ന് ഹാക്കർക്ക് സിമ്പിൾ ആയിട്ട് ആ കമ്പനിയിലെ മുഴുവൻ എംപ്ലോയീസിന്റെയും ഡാറ്റയും യൂസർ നെയിമും പാസ്വേഡും സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. ആ കമ്പനി മൊത്തത്തിൽ അടപടലം മൂഞ്ചി പോകുന്നു അർത്ഥം. ഇനി അടുത്തത് SML ആണ്. അടുത്ത പ്രോട്ടോകോളിന്റെ പേരാണ് SML.
SML എന്ന് പറഞ്ഞാൽ വെബ് ബേസ്ഡ് സിംഗിൾ സൈൻ ഓൺ ആണ്, അഥവാ ലോഗിൻ വൺസ് ആക്സസ് മൾട്ടിപ്പിൾ വെബ് ആപ്സ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് വരുന്ന ഡൗട്ട് ആണ് കെർബറോസും പിന്നെ നമ്മളെ SML തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. സിമ്പിൾ ആയി മനസ്സിലാക്കുക. SML എന്ന് പറഞ്ഞാൽ ഞാനൊരു നമ്മളെ യൂണിവേഴ്സിറ്റി പോർട്ടലിന്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞുതരാം. നമ്മുടെ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ എന്ത് ചെയ്തു, ലോഗിൻ ചെയ്തു. അപ്പൊ ലോഗിൻ വൺസ് ആക്സസ് മൾട്ടിപ്പിൾ വെബ് ആപ്സ് എന്നാണ് പറഞ്ഞത്. നമ്മളെ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ എന്ത് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ യൂണിവേഴ്സിറ്റി പോർട്ടൽ വെച്ചിട്ടാണ് നമുക്ക് അവിടുത്തെ ലൈബ്രറി ആക്സസ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എക്സാമിന്റെ മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇതൊക്കെ ഒറ്റ ലോഗിൻ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ യൂണിവേഴ്സിറ്റി ലൈബ്രറി ആക്സസ് ചെയ്യണത്, എക്സാമിന്റെ മാർക്ക് നമ്മൾ കാണുന്നത് ഒക്കെ ഒറ്റ ലോഗിൻ കൊണ്ടാണ്. അപ്പൊ ഇവിടെ ഓരോന്നും ഓരോ വെബ് ആപ്പുകളാണ് അല്ലെ. ഇപ്പൊ ലൈബ്രറിന്റെ വെബ് ആപ്പാണ്, പിന്നെ മാർക്ക് നമ്മൾ കാണുന്നത് ഒരു വെബ് ആപ്പാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ വെബ് ആപ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്. മറ്റോടത്ത് പറഞ്ഞു കഴിഞ്ഞാല് കെർബറോസിൽ പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ സർവീസുകളാണ്. ഞാൻ പറഞ്ഞ പോലെ പ്രിന്റർ, ഒരു കമ്പനിയുടെ ഉള്ളിൽ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്ത സാധനമായിരിക്കും പ്രിന്റർ എന്ന് പറയുന്നത്. അപ്പൊ പ്രിന്റർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കമ്പനിയിലെ ടാബ്ലറ്റുകളോ ഒക്കെ യൂസ് ചെയ്യുന്നത്, ഒക്കെ ഒരുപാട് ഡിവൈസുകളാണ്. മൾട്ടിപ്പിൾ ഡിവൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറ്റ ലോഗിൻ കൊണ്ട് മൾട്ടിപ്പിൾ ഡിവൈസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കെർബറോസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിവൈസ് അല്ല, ഇവിടെ വെബ് ആപ്പുകളാണ്. ഇപ്പൊ ലൈബ്രറിന്റെ ഒരു വെബ് ആപ്പാണ്. വെബ് ആപ്പ് എന്ന് പറഞ്ഞാല് ഓരോന്നും, ഇപ്പൊ ലൈബ്രറിക്ക് ഒരു സെപ്പറേറ്റ് വെബ്സൈറ്റ് ആയിക്കോളും ഉണ്ടാവുക, മാർക്ക് എൻട്രി ചെയ്യണത് സെപ്പറേറ്റ് വെബ്സൈറ്റ് ആയിക്കോളും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ വെബ് ആപ്പ് എന്ന് പറയാം നമ്മള്. ഓക്കെ, ഓരോ സർവീസുകളുടെയും സാധനത്തിന് നമ്മൾ ഓരോ വെബ് ആപ്പ്, ഇറ്റ് ഈസ് എ വെബ് ആപ്പ് എന്ന് പറയാം. അപ്പൊ മൾട്ടിപ്പിൾ വെബ് ആപ്പിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒറ്റ ലോഗിൻ കൊണ്ട് SML നമുക്ക് ആക്സസ് കിട്ടുന്നത്. മറ്റോടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലോഗിൻ കൊണ്ട് മൾട്ടിപ്പിൾ സർവീസസ് എന്ന ഉദ്ദേശം, ഇറ്റ് മീനിങ്സ് എന്താണ്, മൾട്ടിപ്പിൾ ഡിവൈസസ് എന്നാണ്. അപ്പൊ മൾട്ടിപ്പിൾ, ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള മൾട്ടിപ്പിൾ ഡിവൈസിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആക്സസ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എന്താണ്, മൾട്ടിപ്പിൾ വെബ് ആപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആക്സസ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ്. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണ്, ആപ്സ് ഡോണ്ട് സീ പാസ്വേഡ്. അപ്പൊ നമ്മൾ ലൈബ്രറി പോർട്ടലിൽ കയറണമെങ്കിൽ ലൈബ്രറി പോർട്ടലിൽ എന്തെങ്കിലും കഴിയില്ല, നമ്മളെ പാസ്വേഡ് കാണാൻ കഴിയില്ല. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ ലോഗിൻ ചെയ്യണമേത്ത് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, ലൈബ്രറി പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യണമേത്ത് പാസ്വേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ വെബ് ആപ്പിലേക്കും കയറണമേത്ത് ഇങ്ങനെ പാസ്വേഡ് അടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ലോഗിൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ വെബ് ആപ്സ് ഇവിടെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഓത്ത്. ഓത്ത് എന്നാല് ഒരു ഓതറൈസേഷൻ പ്രോട്ടോകോൾ ആണ്. അത് നോട്ട് ഡയറക്റ്റ് ഓതന്റിക്കേഷൻ അലോസ് ആപ്പ് ടു ആക്സസ് യുവർ ഡാറ്റ വിത്തൗട്ട് ഷെയറിംഗ് പാസ്വേഡ്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ലോഗിൻ വിത്ത് ഗൂഗിൾ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ആപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റിൽ കയറണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത്. ഈ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് തന്നെ ഒരു ഓത്തിന്റെ ഉദാഹരണമാണ്. ഓക്കെ, ഓത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യാന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്. അഥവാ ഇത് നമ്മൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സംഭവത്തിൽ മനസ്സിലാക്കുക. അപ്പോ നമ്മൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പാസ്വേഡ് അടിക്കാറില്ല. ജസ്റ്റ് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ള പ്രസ് ബട്ടൺ അടിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് ലോഗിൻ ആവുന്നുള്ളത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങളെ സ്ഥിരം നിങ്ങൾ പല വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് കാണുന്ന ഒരു സംഭവമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പാസ്വേഡ് എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. പിന്നെ ടോക്കൺ മിസ്യൂസ് റിസ്ക്. ഇവിടെ ടോക്കൺ മിസ്യൂസ് റിസ്ക് നമ്മൾ ഈ കയറുന്ന സമയത്തുള്ള ടോക്കൺ ഉണ്ടല്ലോ, ആ ടോക്കൺ മിസ്യൂസ് ചെയ്യുന്ന ആ റിസ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് രക്ഷ നേടാന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ പാസ്വേഡ് ഷെയർ ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ലോഗിൻ വിത്ത് ഗൂഗിൾ പോലുള്ള സാധനങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നത്, കയറുന്ന ആ ഒരു പ്രോട്ടോകോൾ, അതിനാണ് ഓത്ത് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഓത്തിന്റെ ഒപ്പം തന്നെ ഒരു ഒതന്റിക്കേഷനും കൂടി വന്നു കഴിഞ്ഞാൽ, ഓത്ത് പ്ലസ് ഒതന്റിക്കേഷൻ ഈസിക്കൽ ടു ഓപ്പൺ ID കണക്ട് എന്നാണ് നമ്മൾ സിമ്പിൾ ആയി പറയല്ലേ. ഓത്ത് പ്ലസ് ഒതന്റിക്കേഷൻ ഈസിക്കൽ ടു ഓപ്പൺ ID കണക്ട്. ഇത് നിങ്ങൾ എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നില്ല. അപ്പൊ അതാണ്. ഓക്കെ, ഇനി ഇത് വായിച്ച് പഠിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ തന്നെ മനസ്സിലാവും. ഇത് മനസ്സിലാവേണ്ടവർക്ക് എന്ത് ചെയ്യും, ഇതിലുള്ള കണ്ടന്റ് വായിച്ചാൽ മനസ്സിലാവേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തിരിയില്ല. കാരണം ഇത് ഒരു ഡെവലപ്പർ, ഞാൻ പറഞ്ഞില്ല, ഈ പ്രോട്ടോകോൾസ് എന്ന സാധനം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും നിങ്ങൾക്ക് അറിയില്ല. എന്നാലും ഈ എന്ത് ചെയ്യുന്നുള്ള ആ ഒരു ഞാൻ പറഞ്ഞ സാധനങ്ങൾ നേരെ മനപ്പാടൊക്കെ വെച്ചാൽ മതി. കാരണം അപ്പുറത്തേക്ക് ആലോചിക്കേണ്ട. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ, അഥവാ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന സാധനങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഓടില്ല. അതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇത് നമുക്കിപ്പോ എക്സാമിൽ പാസ് ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. ഒതന്റിക്കേഷന്റെ ഒപ്പം നിങ്ങൾ എത്ര എഴുതിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒതന്റിക്കേഷന്റെ ഒപ്പം ഓത്തും കൂടി, അതായത് ഇവിടെ ഒതന്റിക്കേഷൻ ലെയർ ബിൽഡ് ഓൺ ഓത്ത്. ഓത്തിന്റെ ഒപ്പം ഈ ഒതന്റിക്കേഷൻ കൂടി ചേരുന്ന സംഭവമാണെന്ത്, ഈ ഓപ്പൺ ID കണക്ട്.
ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആൻഡ് കട്ട് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്, ഈ ഓപ്പൺ ഐ ഡി കണക്ട് എന്നുള്ളത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡേൺ സോഷ്യൽ ലോഗിൻസ് സോഷ്യൽ മീഡിയ ലോഗിൻസ് അഥവാ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സാധനങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യല്, ഈ ഒരു ഓപ്പൺ ഐ ഡി കണക്ട് എന്നുള്ള സംഭവം എന്ത് ചെയ്യാറ്, നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആണ്, ഡിസൈൻഡ് ടു വർക്ക് സീംലെസ്ലി അക്രോസ് മൊബൈൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ പോയിന്റുകൾ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്തു വെച്ചാൽ മതി. ഓക്കെ.